ഹലോ, ഇതാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇതാ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചായക്കുള്ള പാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം അതാ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. അതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, അവക ഐറ്റംസൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഇറച്ചിക്കറി പോലെ ടേസ്റ്റുള്ള കടലക്കറിയാണ് വെച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പച്ച തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ള എരിവൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം താളിക്കുകയാണ്. അതിനുശേഷം കടല ഇട്ടതിന് ശേഷം വീണ്ടും പച്ചത്തേങ്ങ ഒക്കെ ചേർത്ത് കുറച്ച് നേരം കറി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് തേങ്ങ അരച്ചിട്ടാണെങ്കിലും കുറച്ച് എരിവില്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ താളിച്ച എണ്ണയിലേക്ക് കുറച്ച് കൂടെ ഓൾറെഡി നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടാണ് കടല വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ എരിവ് തോന്നിക്കാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ടു. അതിനുശേഷം ഇതാ കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഗ്രേവി വളരെ കുറച്ചിട്ടാണ് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പച്ച തേങ്ങ നന്നായിട്ട് അരച്ച് ചേർക്കും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഗ്രേവി ആയിക്കോളും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ കുറച്ച് ഞാൻ വെക്കുന്നുള്ളൂ. കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ കടലക്കറിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ കൂട്ടിയതുകൊണ്ട് ഇന്ന് ഇങ്ങനെ കഴിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇന്നും കൂടെ കഴിച്ചതിന് ശേഷം ഇതങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റാണ്. തേങ്ങ അരച്ച് കറി എന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ എന്നാൽ ആ സ്വീറ്റിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സ്പൈസി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം അതിതാ നമ്മൾ കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് കിടന്ന് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് കിടന്ന് തിളച്ചാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ആണല്ലോ, അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നത് നല്ല അടിപൊളി അരിപ്പുട്ടാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടി അപ്പുറത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. കറിയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചായയുടെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏലക്കായും തേയിലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചായയുടെ കാര്യം അവർ റെഡിയാവുന്നുണ്ട്. അങ്ങനെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ഓഫീസിലും സാറൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ സാറ ഓൾറെഡി സ്കൂളിൽ പോയി, കൊച്ചു തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പക്ഷേ ഇക്കാക്ക് ഇത് റെഡിയാക്കി കഴിച്ചിട്ട് വേണം ഓഫീസിൽ പോകാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പിടിച്ചിട്ട് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങാണ്. ചൂട് നല്ല അടിപൊളി പുട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ആക്കി ഇട്ടിട്ട് നമ്മുടെ ചൂട് പുട്ടിൻ്റെ കൂടെ തേങ്ങയും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ആവി പറക്കുന്ന നല്ല ചൂട് ചിരട്ടപ്പുട്ട്. ഞാൻ കൂടുതലും ഈ ഒരു ടൈപ്പ് പുട്ടാണ് റെഡിയാക്കുന്നത്. നീണ്ട പുട്ടിനേക്കാളും നമുക്ക് എളുപ്പം ഞാൻ യൂസ് ചെയ്ത് എനിക്കിപ്പോൾ എളുപ്പം എന്ന് പറയുന്നത് ഈ ഒരു ചിരട്ട കുറ്റിയാണ്. അപ്പോൾ നീണ്ട കുറ്റി ഇപ്പോൾ പൊതുവേ എടുക്കാറേ ഇല്ല. ഇനിയിപ്പോൾ ഇടയ്ക്ക് അത് എടുക്കാം. പിന്നെ ചായ. അപ്പോൾ ഇക്കാക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഞാനിതാ അപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക്. അപ്പോൾ ഞാനിതാ ഒരു കുറ്റി ചൂട് പുട്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടലക്കറി നല്ല കൂടുതൽ തേങ്ങ ഒക്കെ അരച്ചിട്ട് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട്, ഓവറായിട്ടുള്ള എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് കടലക്കറി ഞാൻ വെക്കുന്നില്ല. ഇന്നത്തോടു കൂടി ഇന്നിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടെ എടുത്തതിന് ശേഷം ഇത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റി ചായ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു സിപ്പ് ചായ കുടിക്കുകയാണ്. പിന്നെ ആ ഒരു പുട്ടിൽ കുറച്ച് കൂടുതൽ കടലക്കറിയൊക്കെ ഒഴിച്ചിട്ട്, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പോകണം. നല്ല ചൂട് പുട്ടും ചൂട് കടലക്കറിയും. അപ്പം നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ പൊട്ടിച്ച് നല്ല താളിച്ച് ഊറ്റിയതൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേ കാണുന്നവർക്കറിയാം, കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ കടലക്കറി തന്നെയായിരുന്നു. അത് വേറെ ടൈപ്പ് കടലക്കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അപ്പമൊക്കെയാണ് എടുത്തത്. ഇതെന്ന് പറയുമ്പോൾ ആ കടലക്കറിയായിട്ടൊരു ബന്ധവുമില്ല, ഡിഫറെൻറ്റ് ആണ്. ഡിഫറെൻറ്റ് കടലക്കറിയാണ്, തേങ്ങ ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ പല രീതിയിലും വെക്കാം, പലതിനും പല ടേസ്റ്റാണ്. ഇതെന്ന് പറയുന്നത് തേങ്ങ ഒക്കെ അരച്ചിട്ട് നല്ലൊരു ടേസ്റ്റ്. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെരിഞ്ചീരപ്പൊടി ഗരം മസാല പൊടിയൊക്കെ ഇട്ടിട്ട് വേറൊരു ടേസ്റ്റ്. എല്ലാം അതിൻ്റേതായ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് എനിക്കെന്തോ പുട്ടിൻ്റെ കൂടെ ഈ ഒരു തേങ്ങ അരച്ച കടലക്കറിയാണ് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വെച്ചത്. അപ്പോൾ കറികളുടെ കളറിലും നല്ല ഡിഫറൻസ് ഉണ്ട്. തേങ്ങ അരയ്ക്കുമ്പോഴത്തേനും ഒരു ലൈറ്റ് ഷെയ്ഡാകും, എന്നാൽ മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കളർ കൂടുതലായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ എടുത്ത്, ഞാനൊന്ന് വട്ടത്തിലാണ് ആപ്പിൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു ആപ്പിൾ കഴിച്ചു. അപ്പോൾ സാറ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ കൂടെ ആപ്പിൾ കഴിക്കാനായിട്ട് സാറായും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നീട് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇല്ല, വീക്ക് ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും 1-2 കൂട്ടം തട്ടിക്കൂട്ടിയുള്ള കറി. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട, എനിക്കും സാറായ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 കറിയാണ് നമ്മൾ സാധാരണ വീക്ക് ഡേയ്സിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചീര പരിപ്പ് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചീര പരിപ്പ് കറി അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പരിപ്പ്, പിന്നെ 1 പിടി ചീര. കഴിഞ്ഞ ദിവസം ഞാൻ ചീര തോരൻ വെച്ചപ്പോഴത്തേനും 1 പിടി ചീര എടുത്ത് മാറ്റിയായിരുന്നു. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചീര എടുത്ത് മാറ്റിയത്. അപ്പോൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടു. അതിന് ശേഷം 1 പിടി ചീര അരിഞ്ഞത് അതും കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവോള കട്ട് ചെയ്തത്, ഒരു അര തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു കൂട്ടി വെച്ചിട്ട് 2 വിസിലാണ് ഞാൻ കേൾപ്പിക്കുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈയിടെയായിട്ട് നമ്മുടെ റെസിപ്പീസിലൊക്കെ കിടന്ന് കളിക്കുന്നത് കടലയും അതുപോലെ തന്നെ പരിപ്പൊക്കെയാണ്. അപ്പം കുറച്ച് ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വക ഐറ്റംസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും പരിപ്പ് റെസിപ്പിയാണ്. പരിപ്പ് പ്ലസ് ചീര രണ്ടും ശരീരത്തിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ഐറ്റംസ് ആണല്ലോ. അപ്പോൾ നമ്മൾ കറി വെക്കൽ നടക്കുകയാണ്. ഉപ്പിട്ടു, അതിന് ശേഷം മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കൂട്ടി വെച്ചിട്ട് 2 വിസിലാണ് കേൾപ്പിക്കുന്നത്. 2 വിസിൽ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആവശ്യത്തിന് വേകുകയും ചെയ്യും, നമുക്ക് ആ പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കടിക്കാനും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൂട്ടി വെച്ചിട്ട്, കുറച്ച് വെച്ചിട്ട് 2 വിസിലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടി വെച്ചിട്ടുള്ള 2 വിസിൽ. പിന്നെ ഫ്രഷായിട്ട് കുക്കറിൽ ചോറ് വെച്ച് അത് ഊറ്റി മാറ്റി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ചീര പരിപ്പ് കറി അവിടെ കുക്കറിലിരുന്ന് വേകുകയാണ്. അതിനുശേഷം പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഒരു 3-4 ചിക്കൻ ഫ്രൈ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ ഫ്രൈ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ വിതറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന എണ്ണയിലേക്ക്, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന എണ്ണയിലേക്ക് കറിവേപ്പില എത്രത്തോളം കൂടുതലിടുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ. നമ്മുടെ ആ ഫ്രൈ ആയി വരുന്ന ആ ഐറ്റംസിന് വളരെ ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്
എന്താ പറയുക, ചോറ് വെച്ചു. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചീര പരിപ്പ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ. ഒരുപാടൊന്നുമില്ല, ഈ ഒരു സിമ്പിളായിട്ടുള്ള 2-3 കറി മാത്രമേ ഉള്ളൂ. അത് മതി, അത് തന്നെ ധാരാളം. കാര്യം വെച്ചാൽ ഈ പരിപ്പ് ഓറിയൻറ്റഡ് ഇങ്ങനെയുള്ള കറികൾ, അതുപോലെ തന്നെ സാമ്പാർ, ഇങ്ങനെ എനിക്ക് ഈ ഒഴിച്ച് കറിയൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് വേറെ കറീസ് വലിയ താല്പര്യമില്ല. അപ്പോൾ ഒഴിച്ച് കറി അത് മെയിനായിട്ട് എന്താ പറയുക, അതും കൂട്ടി മെയിനായിട്ട് ചോറ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡയറക്റ്റ് പരിപ്പെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ താളിച്ച് ഡയറക്റ്റ് കുക്കറിൽ തന്നെ ഇടയ്ക്ക് താളിച്ച് വെക്കാറുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ കുക്കറിൽ താളിച്ചില്ല, ഇനിയാണ് താളിക്കാൻ പോകുന്നത്. അപ്പോൾ പാനിലേക്ക് ഓയിലൊഴിച്ചു, കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. അതിലേക്ക് വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. പിന്നെ ഈ പരിപ്പ് കറിക്ക് എത്രത്തോളം എരിവുണ്ടോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല കളറായിരിക്കും, കറികൾക്കൊക്കെ നല്ല കളറും ആയിരിക്കും, പിന്നെ ഓവർ സ്പൈസി ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ കറികളിലൊക്കെ കൂടുതൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, കറികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളറുണ്ട്, അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് വഴിയും പറയാറുണ്ട്, അതുപോലെ തന്നെ നേരിട്ടും പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് നിർബന്ധമായിട്ടും കറികളിൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് മറ്റേ നോർമൽ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. കാര്യം വെച്ചാൽ നമുക്ക് അത്രയും എരിവിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒരു ആവറേജ് സ്പൈസ് ലെവലിൻ്റെ ആൾക്കാരാണ്, നമ്മൾക്ക് ഓവർ സ്പൈസ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക്, വറ്റൽമുളക് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ മറ്റേ നോർമൽ ആയിട്ടുള്ള ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് പിന്നീട് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാതാവും. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ പ്രിപ്പറേഷൻ, അതായത് കുക്കിംഗ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു. കുക്കിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഡൈനിങ് ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാ നല്ല ചൂട് ചോറൊക്കെ അതാത് ദിവസം വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചേ വെക്കുന്നുള്ളൂ. എന്താ പറയുക, പിന്നെ വീക്ക് ഡേയ്സിൽ ചോറുണ്ണാൻ കാണത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചോറ് വെക്കാറുള്ളൂ. പിന്നെ ഇതാ നല്ല അടിപൊളി പരിപ്പ് ചീരക്കറി, പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഞാൻ എന്തെങ്കിലും ഒരു നോൺ വെജ് എല്ലാ ദിവസവും എടുക്കാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഫിഷ് ഫ്രൈ ആയിട്ടും ചിക്കൻ ഫ്രൈ ആയിട്ടും, അല്ലെങ്കിൽ വേറൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മുട്ട പൊരിച്ചിട്ടാണെങ്കിലും റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് വിളമ്പാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാനാണ് ആദ്യം കഴിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ മോള് സ്കൂൾ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നും കുറച്ച് ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ലഞ്ച് ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യം ചോറ് വിളമ്പുകയാണ്. ഞാൻ ഇന്ന് കുറച്ച് ചോറ് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് കറിയാണ് പരിപ്പ് ചീരക്കറി എന്ന് പറയുന്നത്. പരിപ്പെന്ന് പറയുമ്പോൾ ഇങ്ങനെ പരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമായി. കാര്യം എന്താ വെച്ചാൽ എനിക്ക് പരിപ്പ് ഒന്നൊന്നായിട്ട് വിട്ട് കുഴയാതെ കടിക്കാൻ കിട്ടുന്ന കറികൾ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിലാണെങ്കിലും പരിപ്പ് ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പപ്പടമൊന്നും ഇപ്പോൾ പൊരിക്കുന്നില്ല, കാരണം എന്നും ഈ പപ്പടമൊക്കെ കൂട്ടുന്ന അത്ര നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പടമൊന്നും ഇപ്പോൾ അങ്ങനെ പൊരിക്കാറില്ല. പിന്നെ ഇത് തന്നെ ധാരാളമാണ്, ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പപ്പടമൊക്കെ എന്തിനാണ്. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ദാൽ സ്പിനാച്ച് കറി, അതും കുറച്ച് കൂടുതൽ ഒരുപാട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ഒഴിച്ചൊഴിച്ച് കഴിക്കും, കാരണം എനിക്ക് അത്ര ഫേവറേറ്റാണ്. പിന്നെ അതിനുശേഷം ചിക്കൻ ഫ്രൈ, ഒന്ന് രണ്ട് പീസ് ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് ഗാർലിക് പിക്കിൾ. അപ്പോൾ ഗാർലിക് പിക്കിളിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാറായിട്ടുണ്ട്. അതിൻ്റെ കുപ്പി ഏകദേശം കാലിയാകാറായിട്ടുണ്ട്. എന്താണേലും എനിക്ക് ഞാൻ അച്ചാർ അങ്ങനെ പൊതുവെ ഇടാറില്ല. സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും അമ്മച്ചി ഇട്ട് വെക്കും, ഞാനത് കൊണ്ടുവരും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത ടൈപ്പ് അച്ചാറുകളുണ്ടല്ലോ, ഗാർലിക് അച്ചാർ, അതുപോലെ തന്നെ മീനച്ചാർ. എനിക്കിപ്പോൾ മീനച്ചാർ കൂട്ടാനായിട്ട് ഒരു ആഗ്രഹം. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ബോട്ടിൽ പിക്കിൾ വാങ്ങിക്കുമ്പോൾ ഫിഷ് പിക്കിൾ വാങ്ങിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡും ഇവിടെ കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ പിക്കിൾസ് കിട്ടും. പിന്നെ ഒരു പിക്കിളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പിക്കിൾ വാങ്ങിച്ചാൽ 2 മാസം 3 മാസത്തേനൊക്കെ കാണുമല്ലോ. നമ്മൾ കുറച്ചല്ലേ പിക്കിൾ കൂട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ധാരാളം.
അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൈസൊക്കെ ഒരുപാട് വേവുന്ന ഇഷ്ടമല്ല, എനിക്കൊന്നും ഒരുപാട് വേവുന്ന ഇഷ്ടമല്ല. ഇപ്പോൾ പരിപ്പ്, പയർ, കടല, ചോറ്, ഇപ്പം ചോറൊക്കെ ആണെങ്കിലും എന്താ പറയുക, ആവശ്യത്തിന് വേവുക എന്ന് വെച്ചാൽ ഒരുപാട് വേകാതെയുമല്ല, ഒരുപാട് വെന്തും പോകരുത്. ചിലർക്കൊക്കെ നല്ല വെന്ത ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഫാദറിനൊക്കെ എന്താ പറയുക, നല്ല വെന്ത് കുഴഞ്ഞ ചോറാണ് ഇഷ്ടം. അപ്പം എനിക്ക് ആ ഒരു ടൈപ്പ് റൈസ് താല്പര്യമില്ല. പിന്നെ ഒരുപാട് വേവ് കുറഞ്ഞതാണെങ്കിലും നമ്മുടെ വയറിന് പിടിക്കത്തില്ല, അത്ര നല്ലതായിരിക്കില്ല. അപ്പം നോർമൽ വേവ്. അപ്പോൾ ഇന്ന് പരിപ്പും ആവശ്യത്തിന് വെന്തിട്ടുള്ളൂ, ചോറും ആവശ്യത്തിനുള്ള വേവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല എൻജോയ് ചെയ്ത് വളരെ ഡിലീഷ്യസ് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒരു പഴം, ഒരു പഴം, ഞാലിപ്പൂവൻ പഴമാണ്, നല്ല അടിപൊളി ഞാലിപ്പൂവൻ പഴമാണ്. അപ്പോൾ ഒരു ഞാലിപ്പൂവൻ പഴം കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും കുറച്ച് ചിക്കൻ പോപ്സ് ഉണ്ടായിരുന്നു. ഇത് റെഡിമെയ്ഡ് ചിക്കൻ പോപ്സാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ഇരിക്കുന്നു, അതുകൊണ്ട് അതിന്ന് ഫ്രൈ ചെയ്ത് മാറ്റി. പിന്നെ അതിനുശേഷം കുറച്ച് ചിക്കൻ നഗ്ഗറ്റ്സ്, ഇതും ഞാൻ ഉണ്ടാക്കിയതല്ല, റെഡിമെയ്ഡ് ചിക്കൻ നഗ്ഗറ്റ്സാണ് അത്. പിന്നെ ഈവനിങ്ങിൽ തന്നെ കുറച്ച് കാഷ്യൂനട്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ തൊലിയുള്ള കാഷ്യൂനട്ട് എന്ന് പറയുന്നത് എക്സ്ട്രാ ടേസ്റ്റാണ്. നമ്മൾ മെനക്കെട്ട് തൊലിയൊക്കെ പൊളിച്ച് പയ്യെ കഴിക്കണം, പക്ഷേ അതിൻ്റേതായ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഡിന്നർ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വകയാണ്. ഡിന്നർ എന്ന് പറയുന്നത് അവൾ കുറച്ച് ബട്ടൂറയും അതുപോലെ തന്നെ ചാന മസാലയും ഇപ്പോൾ രാത്രി ഡിന്നർ ടൈം ആയപ്പോൾ കൊണ്ട് തന്നു. അപ്പോൾ ഇന്ന് ഡിന്നറിന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡിന്നറിന് ഞാൻ വിചാരിച്ചത് ചപ്പാത്തി അതുപോലെ തന്നെ ചീരപ്പരിപ്പ് കറി തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഡിന്നർ കൊണ്ട് തന്നപ്പോൾ ഇതായിരുന്നു. എനിക്ക് വെള്ളക്കടല ചാന മസാല ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഫിനി കുറച്ച് ചാന മസാല കൊണ്ട് തന്നതാണ്. പിന്നെ ബട്ടൂറ, അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ബട്ടൂറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ഡിലീഷ്യസ് ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെയുള്ള ഫുഡെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഫുഡെന്ന് പറയുന്നത് മാക്സിമം ടേസ്റ്റായിട്ട് കഴിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, എനിക്കതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ഇതുപോലെയുള്ള വീഡിയോസ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ പോലെയുള്ള വീഡിയോസും ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ഇന്നലത്തെ ഡിലീഷ്യസ് ഡിഷസ് അല്ലെങ്കിൽ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചാന മസാല, ആ ഒരു ടൈപ്പിലുള്ള ഒരു ചാന മസാല ആയിരുന്നു ഇന്നലെ ഫിനി ഉണ്ടാക്കിയിരുന്നത്. ബട്ടൂറ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടൂറ സൈസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എണ്ണം കഴിച്ചു ഞാൻ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ബൗള് കുക്കുംബർ കഴിച്ചു. കുക്കുംബർ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.